മാന്നാർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ പരിധിയിലുള്ള പാടങ്ങളിലെ പഞ്ചായത്തുതല കൊയ്ത്തുത്സവം നടന്നു. ഇടപ്പുഞ്ച പടിഞ്ഞാറ്, ഇടപ്പുഞ്ച കിഴക്ക് പാടശേഖരങ്ങളിൽ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. രത്നകുമാരി കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ 8 പാടശേഖരങ്ങളിലായുള്ള 400 ഹെക്ടർ നിലത്തിലെ കൊയ്ത്തിനാണ് തുടക്കം കുറിച്ചത്. മാന്നാർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ പരിധിയിലുള്ള പാടങ്ങളിലെ പഞ്ചായത്ത് തല കൊയ്ത്തുത്സവം വിപുലമായ പരിപാടികളോടെ നടന്നു. ഇടപ്പുഞ്ച പടിഞ്ഞാറ്, ഇടപ്പുഞ്ച കിഴക്ക് പാടശേഖരങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് തല കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. രത്നകുമാരി നിർവഹിച്ചു. നമ്മുടെ മാന്നാർ പാടശേഖരത്തിൽ എല്ലായിടത്തും കൃഷി നല്ല രീതിയിൽ ഇപ്രാവശ്യം വിളവെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രകൃതിയൊക്കെ നമുക്ക് അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ എല്ലായിടത്തും കൃഷി നല്ല രീതിയിൽ നമ്മുടെ നെല്ല് വിളഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് സന്തോഷം നൽകുന്നു. കൃഷി ഓഫീസർ അടക്കമുള്ള ഞങ്ങൾ എല്ലാവരും, എല്ലാ ജനപ്രതിനിധികളും പല പ്രാവശ്യം മീറ്റിങ്ങുകൾ കൂടുകയും അങ്ങനെ ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു അവസരത്തിൽ ഇങ്ങനൊരു കൊയ്ത്തുത്സവം നടത്തിയതിൽ പ്രിയപ്പെട്ട പാടശേഖര സമിതിക്കും പ്രിയപ്പെട്ട 1-ാം വാർഡിലെ മെമ്പർ അടക്കമുള്ള വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അടക്കമുള്ള എല്ലാ ജനപ്രതിനിധികളും ഇവരോടൊപ്പം കൂട്ടായി നിന്നിട്ടുണ്ട്. അതിന്റെ സന്തോഷം അറിയിക്കുന്നു. നമ്മൾ ഉമാ നെൽവിത്താണ് നൽകിയിട്ടുള്ളത്. പഞ്ചായത്ത് ഫ്രീ ആയിട്ട് നമ്മുടെ കർഷകർക്ക് നെൽവിത്ത് വിതരണം ചെയ്യുകയും അത് പ്രിയപ്പെട്ട കർഷകർ ഏറ്റെടുത്ത് നല്ല രീതിയിലുള്ള ഒരു വിളവെടുപ്പ് ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുന്നു. പ്രിയപ്പെട്ട പാടശേഖര സമിതി അംഗങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ കൂട്ടായ പ്രവർത്തനമാണ്, പ്രിയപ്പെട്ട കർഷകരുടെ കൂട്ടായ ഒരു പ്രവർത്തനമാണ് ഇതിന്റെ പിന്നിലുള്ളത്. കൃഷി ഓഫീസും പഞ്ചായത്തും പ്രിയപ്പെട്ട പാടശേഖര സമിതിയും കർഷകരും എല്ലാവരും കൂടെ ചേർന്ന് നല്ല രീതിയിലുള്ള ഒരു യജ്ഞമാണ് ഇവിടെ നടത്തിയത്. എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇവരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ മികച്ച വിളവ് ഇവിടെ ലഭിച്ചതെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മാന്നാർ പഞ്ചായത്തിലെ ഏകദേശം 8 പാടശേഖരങ്ങളിലായി 400 ഹെക്ടർ നെൽകൃഷിയാണ് ഈ പ്രാവശ്യം പുഞ്ചക്കൊയ്ത്തിനായിട്ട് തയ്യാറായി നിൽക്കുന്നത്. ഈ കൊയ്ത്ത് എടുക്കുന്ന നെല്ല് നല്ല രീതിയിൽ ഗുണമേന്മയോട് സംഭരിച്ച് കൊടുക്കുന്നതിന് വേണ്ടി പാടശേഖര അടിസ്ഥാനത്തിൽ കർഷകർക്ക് അവയർനെസ് കൊടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു കണക്കൂട്ടിൽ ഏകദേശം ഒരു 5.5 കോടിയോളം രൂപയുടെ നെല്ല് മാന്നാർ പഞ്ചായത്തിൽ നിന്ന് ഈ പുഞ്ചകൃഷിക്ക് വിളവെടുത്ത് കൊടുക്കാമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും കാലാവസ്ഥയൊക്കെ അനുകൂലമായിട്ട് തന്നെ നിൽക്കട്ടെ. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും കൃഷി ഓഫീസിന്റെ ഭാഗത്തു നിന്നുമുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഇതുവരെ ഉള്ളതുപോലെ പിന്നീടുള്ള നെല്ലെടുപ്പ് ഘട്ടം വരെ കർഷകരുടെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കിഴക്കും പടിഞ്ഞാറും ഈ കൂട്ടത്തില് കൊയ്തെടുക്കാന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. മഴ പെയ്തില്ലെങ്കിൽ നല്ല രീതിയിൽ ഞങ്ങൾക്ക് കൊയ്തെടുക്കാൻ നല്ലൊരു വിളവ് ലഭിക്കും. പഞ്ചായത്തും അതോടൊപ്പം തന്നെ കൃഷി വകുപ്പിലെ ഹരികുമാർ സാറ് കൃഷി ഓഫീസർ വളരെ സപ്പോർട്ടായിട്ട് നിന്നതുകൊണ്ടാണ് ഇത്ര നല്ലൊരു വിളവെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നല്ല വിളവെടുപ്പ് ആണ്. അതോടൊപ്പം തന്നെ കൂടുതൽ കഴിഞ്ഞ വർഷത്തേക്കാളും വിളവ് കിട്ടിയിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ 8 പാടശേഖരങ്ങളിലായി 400 ഹെക്ടർ സ്ഥലത്തെ കൊയ്ത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ പുഞ്ചകൃഷിക്ക് വേണ്ടി എല്ലാവിധ സഹായവും മാന്നാർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും കൃഷിഭവനിൽ നിന്നും നൽകിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് ടി.വി. രത്നകുമാരി പറഞ്ഞു. എല്ലാ പാടശേഖരങ്ങളിലെയും കൊയ്ത്തും നെല്ല് സംഭരണവും സമയബന്ധിതമായി നടത്തുന്നതിന് പഞ്ചായത്ത് തല മോണിറ്ററിംഗ് സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു. ഏകദേശം 5.5 കോടി രൂപയുടെ നെല്ലാണ് വിളവെടുക്കാനുള്ളതെന്ന് കൃഷി ഓഫീസർ പി.സി. ഹരികുമാറും പറഞ്ഞു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശാലിനി രഘുനാഥ്, വി.ആർ. ശിവപ്രസാദ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിത എബ്രഹാം, സുജാത മനോഹരൻ, സജു തോമസ്, അനീഷ് മണ്ണാരേത്ത്, പുഷ്പലത, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുധീർ, കൃഷി അസിസ്റ്റന്റുമാരായ ശ്രീകുമാർ, ദേവികാനാഥ്, ഇന്റേൺ പൂർണിമ, പാടശേഖര സമിതി ഭാരവാഹികളായ എബി ഫിലിപ്പ്, ചാക്കോ മത്തായി, മുത്തുകൃഷ്ണൻ, ടൈറ്റസ് പി. കുര്യൻ, കോശി സി. ചാക്കോ, സുകുമാരൻ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. സി.ഡി. നെറ്റ് ന്യൂസ്, മാന്നാർ.